കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ജെ ഡി യു സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചുവെന്ന് ജെ ഡി യു നേതാവ് വർഗീസ് ജോർജ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ആവർത്തിച്ചു എന്നും വർഗീസ് ജോർജ് പറഞ്ഞു. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വ്യാപകമായി തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയതായി ആക്ഷേപം വന്നിട്ടുണ്ട്. പാലക്കാട് നടന്നോ പഞ്ചായത്തിലും നടന്നോ എന്ന് ഇന്നത്തെ ചർച്ചയിൽ അന്വേഷിക്കും. കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷന്മാരുടെ ഒരഭിപ്രായം അനുസരിച്ച് ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാർ തോൽപ്പിച്ചതായി പരാതിയുണ്ട്. അതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതി പി വി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടവ് നയം സ്വീകരിച്ചിരുന്നു എന്ന് ആദ്യം വർഗീസ് ജോർജ് പറഞ്ഞിരുന്നു. അത് ഈ കോൺഗ്രസ് ബന്ധം ഉലഞ്ഞതിന്റെ ഒരു തെളിവാണ്. രണ്ടാമതായി ഇക്കാര്യത്തിൽ ലോക്സഭാ ഇലക്ഷനിൽ വീരേന്ദ്രകുമാറിന് കോൺഗ്രസ് പാലം വലിച്ച അതേ അളവിൽ ഇവിടെയും സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അരുൺ, വളരെ രൂക്ഷമായ രീതിയിലാണ് കോൺഗ്രസിനെ ജനതാദൾ യു നേതാക്കൾ വിമർശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് രാഷ്ട്രീയവും അതുപോലെ തന്നെ ജനതാദൾ രാഷ്ട്രീയവും കലങ്ങി മറിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട്ട് നിന്ന് ജനതാദൾ യുവിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ജില്ലാ അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായാണ് പാർട്ടിയുടെ സെക്രട്ടറി ജനറലായ വർഗീസ് ജോർജ് മാധ്യമങ്ങളെ കണ്ടതും വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. പാലക്കാട് നടന്നത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വർഗീസ് ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനതാദൾ യുവിൻ്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു എന്ന വളരെ കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് എന്നും അത് ഈ യോഗത്തിൽ വളരെ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യുമെന്നാണ് വർഗീസ് ജോർജ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫിൻ്റെ കൂടെ, അതായത് വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ എൽ ഡി എഫിൻ്റെ കൂടെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ അവർ ജെ ഡി യു വിജയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി വന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് 97 സീറ്റുകൾ, അതായത് 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. 4-1 കുറഞ്ഞു. തങ്ങളുടെ പ്രാതിനിധ്യം വളരെ മോശമായ രീതിയിൽ ഇടിഞ്ഞു എന്ന വിലയിരുത്തലാണ് ജനതാദൾ നടത്തിയിരിക്കുന്നത്. ഇതും പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്കയും അമർഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും യു ഡി എഫിനകത്ത് തുടരുന്നതിലെ അതൃപ്തിയാണ് മുഴുവൻ നേതാക്കളും. അത് വർഗീസ് ജോർജ് മാത്രമല്ല, മറ്റ് ജനതാദൾ യുവിൻ്റെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചപ്പോഴൊക്കെ വലിയ അതൃപ്തിയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ഉള്ള ഒരു സാഹചര്യത്തിൽ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായേക്കും. അരുൺ, കുട്ടൻ, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു കാരണങ്ങൾ കണ്ടെത്താൻ. അതിനു മുമ്പ് ഈ പാലം വലിച്ചു എന്ന അഭിപ്രായം ശക്തമായിരുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുന്നണി ബന്ധം അങ്ങേയറ്റം ശിഥിലമായിരുന്ന ഉലയുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരുന്നത് എങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേ നാണയത്തിൽ കോൺഗ്രസ് പാലം വലിച്ചു അല്ലെങ്കിൽ ഇവരെ തോൽപ്പിക്കാൻ നടപടികൾ എടുത്തു എന്ന് പറയുമ്പോൾ ഈ മുന്നണി ബന്ധം ഇനി ശക്തമായി എങ്ങനെയാവും പോവുക? അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഗൗരവമായ ചർച്ച വീരേന്ദ്രകുമാർ അടക്കം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ. അരുൺ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇത്തരമൊരു വിഷയം, അതായത് ജനതാദൾ യുവിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനം, മത്സരിച്ച ഭൂരിഭാഗം സ്ഥലങ്ങളിലും പരാജയപ്പെടുന്നു. ആ പരാജയത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ജനതാദളിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നു. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജനതാദൾ യു മത്സരിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ റിബൽ സ്ഥാനാർത്ഥികളടക്കം നിർത്തിക്കൊണ്ട് അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ജനതാദൾ യുവിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ജനതാദളിൻ്റെ നേതാക്കൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി സംവിധാനത്തിൽ തുടരുന്നതിൽ ഭൂരിഭാഗം നേതാക്കൾക്കും താല്പര്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും
തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും കൃത്യമായി ഈ മുന്നണി മാറ്റം സംബന്ധിച്ച കാര്യങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അജണ്ടയിലില്ലെങ്കിലും അതിൻ്റെയൊക്കെ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ മുന്നണി മാറ്റം സംബന്ധിച്ച വിഷയങ്ങൾ തന്നെയായിരിക്കും ചർച്ചയാവുക. കാരണം ഇനി എങ്ങനെ കോൺഗ്രസുമായും അതുപോലെ UDF തുടരും എന്നൊരു ചോദ്യം ജനതാദളിലെ നേതാക്കൾ നടത്തുന്നുണ്ട്. കാരണം ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിച്ചു. തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് ജനതാദളിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ MP വീരേന്ദ്രകുമാറിനെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പാലം വലിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇനി വരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു അദ്ദേഹം നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KC അബു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തോതിൽ പാലം വലിച്ചു, JDU സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ തെരഞ്ഞുപിടിച്ചു തോൽപ്പിച്ചു എന്നാണ് വർഗീസ് ജോർജ് നിലവിൽ പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? എനിക്ക് കോഴിക്കോട് ജില്ലയിലെ കാര്യം മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ UDF മത്സരിച്ച സ്ഥാനാർത്ഥികൾ ജയിച്ചവരുടെ റേഷ്യോ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മത്സരിച്ചു, JDU മത്സരിച്ചു. ആ മത്സരിച്ചവരിൽ കൂടുതൽ പേർ ജയിച്ചത് JDUവിന്റെ ആളുകളാണ്. ഉദ്ദേശിച്ച വിജയം കരസ്ഥമാക്കാതെ പോയപ്പോൾ ഉണ്ടായ പരാജയം എല്ലാ കക്ഷികളിൽപ്പെട്ട ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ ജില്ലയിൽ JDUവിന് മുന്തിയ പരിഗണന ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവരെ വിജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് 45 സീറ്റിൽ മത്സരിച്ചു. 45 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 10 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ JDU മത്സരിച്ചത് കേവലം 5 സീറ്റിലാണ്. 5 സീറ്റിൽ മത്സരിച്ച JDU 3 സീറ്റിൽ വിജയിച്ചു. അപ്പോ ഇതിന്റെ ഒരു 22 സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 7 സീറ്റിലാണ് ജയിച്ചത്. 22 സീറ്റിൽ മത്സരിച്ച ലീഗ് 7 സീറ്റിൽ വിജയിച്ചു. 45 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 10 സീറ്റിൽ മാത്രം ജയിക്കാൻ സാധിച്ചു. 5 സീറ്റിൽ മത്സരിച്ച JDU 3 സീറ്റിൽ വിജയിച്ചു. അപ്പൊ ഇങ്ങനെ കോഴിക്കോടിനെ കുറിച്ച് മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞ ഒരു കമന്റായി മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഞങ്ങള് തിക്കോടി ജില്ലാ പഞ്ചായത്തിൽ തന്നെയാണ് സ്ഥിതി. മത്സരിച്ചവരിൽ കൂടുതൽ വിജയിച്ചത് JDUവിന്റെ ആളുകളാണ്. പിന്നെ ഇത്തരത്തിൽ എങ്ങനെ ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് ഗൗരവമായി ഉണ്ടാകും? അവരുടെ യോഗത്തിൽ ഇതിനെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യും. ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഇലക്ഷന് ശേഷം ഞങ്ങൾ UDF യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലൊന്നും ഇങ്ങനെയുള്ളൊരു പരാതി JDUവിന്റെ ഒരു നേതാക്കളും ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് 6 സീറ്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റ്, 4 സീറ്റ്, JDUവിന് 2 സീറ്റ്. ഒരു പഞ്ചായത്തിലെ മെമ്പർമാരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന് 6 പേര്, ലീഗിന് 4 പേര്, JDUവിന് 2 പേര്. JDUവിന് 2 പേരായിട്ടും ആദ്യമായി പ്രസിഡന്റ് ആകാനുള്ള അവസരം ഞങ്ങൾ JDUവിന് കൊടുത്തു. അപ്പൊ അത്രയും ഞങ്ങൾ JDUവിന്റെ കാര്യത്തിൽ വളരെയേറെ താല്പര്യമെടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള മൊത്തം പരാജയം ഉണ്ടാവുമ്പോൾ അതിലിപ്പോ എല്ലാ കക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് UDFനെതിരെ ചെറിയ ഒരു കാറ്റ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായി. അതെ, പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള സൗഹൃദ മത്സരം അടക്കം അതിന് മുൻപിലുണ്ട്. അത് മുന്നണിയെ സംബന്ധിച്ച് ഒരു കാര്യം ശ്രീ KC അബു, ഒരു കാര്യം മുന്നണി ബന്ധത്തെ സംബന്ധിച്ച് അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ പോകും. പക്ഷേ ഇവിടെ അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൃത്യമായി അവർക്ക് മുന്നിൽ നിൽക്കുന്നു. അവിടെ പാലം വലിച്ചു എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ഉപസമിതിയെ രൂപീകരിക്കുന്നു, കൃത്യമായി അത് കണ്ടെത്തുന്നു. അതേ അളവിൽ ഇത്തവണയും ചെയ്തു എന്ന വ്യാപകമായ പരാതിയാണ് ഉണ്ടാകുന്നത്. താങ്കൾ ഒരു മുതിർന്ന നേതാവാണ്. കോഴിക്കോടിനപ്പുറവുമുള്ള രാഷ്ട്രീയം വളരെ സമഗ്രമായി താങ്കൾക്ക് അറിയാം. ഒരുപക്ഷെ പരിമിതി കൊണ്ട് പറയാത്തതാവും. ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ ലോക്സഭയിൽ JDU മത്സരിച്ചിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ UDFൽ മത്സരിച്ച കോൺഗ്രസ്, ലീഗ് ഈ കക്ഷികൾക്കൊക്കെ ഉണ്ടായതിനേക്കാൾ വിജയം അവർക്കുണ്ടായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം, കണ്ണു തുറന്ന് കാണണം എന്ന് മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് എന്റേതായ അഭിപ്രായം പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ KC അബു. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി വൈകിയ വേളയിൽ, കാരണം നേരത്തെ തന്നെ മുന്നണി ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ മുന്നണി ബന്ധത്തെ ബാധിക്കും? പ്രത്യേകിച്ച് അവർ നേരത്തെ പറയാതെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇടതുപക്ഷത്തായിരുന്നപ്പോൾ കൂടുതൽ പരിഗണന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേതടക്കം തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന്. ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ
കോഴിക്കോട് ജില്ലയിൽ UDF ഒറ്റക്കെട്ടായി മത്സരിച്ചു. ഒരിടത്ത് പോലും ഒരു സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞാൽ പരസ്പര മത്സരം ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ തോറ്റത് അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. അതേക്കുറിച്ച് വിലയിരുത്തുന്ന യോഗങ്ങളാണ് എല്ലാ പാർട്ടിയുടെയും. വളരെ നന്ദി ശ്രീ കെ.സി. അബു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഇത്തരത്തിലൊരു അഭിപ്രായം, വൈരുദ്ധ്യപരമായ അഭിപ്രായമുണ്ട് എങ്കിൽ അത് JDUവിന്റെ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവപരമായി ആലോചിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് എന്നുകൂടിയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ.സി. അബു നിലവിൽ നമ്മോട് പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ടോ JDUവിൽ? ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് പ്രകടമായ അതൃപ്തി ഇക്കാര്യത്തിലുണ്ടോ? വലിയ നഷ്ടമാണ് അത്. ആ ഒരു കുട്ടിയുടെ മരണം അറിഞ്ഞ മുതൽ ഞാൻ ആകെ ഡെസ്പാണ്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ഇതിന്റെ സമഗ്രമായ വിവരങ്ങൾ അല്പസമയത്തിന് അകം നൽകും. എന്തായാലും കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് JDU നിലവിൽ ഉന്നയിച്ചത്. JDU സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു എന്നാണ് JDU നേതാവ് വർഗീസ് ജോർജ് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ആവർത്തിച്ചു എന്നാണ് നിലവിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ കെ.സി. അബു ഇക്കാര്യത്തിൽ പറഞ്ഞതിന്റെ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവതരമായി തന്നെ ഇക്കാര്യം ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല. വളരെ സുദൃഢമായ മുന്നണി ബന്ധത്തിൽ, മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത് എന്നാണ് നിലവിൽ അദ്ദേഹം പറഞ്ഞത്. വർഗീസ് ജോർജിന്റെ വാക്കുകളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വ്യാപകമായി തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയതായി ആക്ഷേപം വന്നിട്ടുണ്ട്. പാലക്കാട് നടന്നോ പഞ്ചായത്തിലും നടന്നോ എന്ന് ഇന്നത്തെ ചർച്ചയിൽ അന്വേഷിക്കും. കോൺഗ്രസിൻ്റെ UDFിൻ്റെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷന്മാരുടെ ഒരഭിപ്രായം അനുസരിച്ച് ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാർ തോൽപ്പിച്ചതായി പരാതിയുണ്ട്. അതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഇക്കാര്യത്തിൽ പ്രകടമായ അതൃപ്തി, വലിയ തരത്തിലുള്ള അതൃപ്തി നേതാക്കൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇടതുപക്ഷത്തിലായിരുന്നപ്പോൾ, സീറ്റ് വിഭജനത്തിന് മുൻപ് തന്നെ അവർ അവകാശപ്പെട്ടിരുന്നത് ഇടതുപക്ഷത്തായിരുന്നപ്പോൾ വലിയ തരത്തിലുള്ള പരിഗണന തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നായിരുന്നു. അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ അവർക്കിടയിൽ നിൽക്കുമ്പോഴാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. വലിയ തരത്തിൽ തങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്ന് പറയുന്നത്. കുട്ടൻ. അരുൺ, വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ജനതാദൾ യു ഉന്നയിച്ചിരിക്കുന്നു. അതിൽ മറ്റൊരു കാര്യം പറയുന്നത്, തൊട്ട് മുമ്പ് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ.സി. അബു പറഞ്ഞ ഒരു കാര്യം സംബന്ധിച്ച് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ ഒറ്റപ്പെട്ട ചില സ്ഥലത്തെ വിഷയങ്ങൾ മാത്രമാണ് കെ.സി. അബു ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലയുടെ തന്നെ പല മേഖലകളും, മലയോര മേഖലകളിലടക്കം വലിയ പ്രശ്നങ്ങൾ JDUവും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരം വിഷയങ്ങൾ ഉണ്ട് എന്നാണ് ജനതാദളിൻ്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത്. ഇന്ന് നടക്കുന്ന യോഗത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാർ, പാർട്ടിയുടെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അല്പസമയത്തിനകം തന്നെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും യോഗം ആരംഭിക്കുക. വളരെ കൃത്യമായ വിമർശനങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കമ്മിറ്റികളും ജില്ലാ ഘടകങ്ങളും അടക്കം വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യത പോലും നേതൃത്വം ആരായുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ജനതാദൾ എസുമായുള്ള ലയനം സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വാർത്തകൾ വരുന്നുണ്ട്. ദേശീയ തലത്തിൽ ജനതാ പാർട്ടികൾ ഒന്നായ ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടക്കം വലിയ വിജയത്തിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഇരു വിഭാഗങ്ങളും, ജനതാദളിലെ രണ്ട് വിഭാഗങ്ങളും ലയിക്കണമെന്ന തരത്തിൽ രണ്ട് പാർട്ടിയിലെയും നേതാക്കൾ പരസ്യമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി MP വീരേന്ദ്രകുമാറുമായി MK പ്രേംനാഥ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ലയനത്തിൻ്റെ സാധ്യതകൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അരുൺ.